ഇതിലിപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് സൈക്കോമെട്രിക് പ്രോസസ്സുകൾ ആണ്. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ അത്യാവശ്യം ഇതിൽ നിന്നാണ് ടോപ്പിക്കുകൾ വരിക, ക്വസ്റ്റ്യൻസൊക്കെ വരിക. അപ്പോൾ ഇതിൽ കുറച്ച് ടൈപ്പുകളുണ്ട്. അപ്പോൾ ആ ഫിഗേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്യണേ എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നോക്കിയ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയണം. അത് നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പ്രോബ്ലംസ് നോക്കണമെന്ന് ഞാൻ പറയില്ല. ഒരു പ്രോബ്ലം എടുക്കുക, അത് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നല്ല പോലെ ക്ലിയർ ആക്കുക. അത്ര ഇതിൽ ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ മെത്തേഡ് തന്നെയാണ്. ചിലപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവുക സ്പെസിഫിക് വോളിയം തരാം. അപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ അത് ഏതെങ്കിലും ഒരു തരും. ഇപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തരുമ്പോൾ ചിലപ്പോൾ അതിന് പകരം ട്യൂബ് പോയിൻ്റ് ടെമ്പറേച്ചർ തരാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ ആ ഫിഗർ വെച്ച് പറയുമ്പോൾ ഞാൻ ആ ചാർട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഞാനിപ്പോൾ പറഞ്ഞു തരാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. അപ്പോൾ അത്രേ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ ഒരു 7-8 ഇക്വേഷൻസ് നല്ലോണം പഠിക്കുക. പിന്നെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ 2 പ്രോബ്ലം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, കുറുമയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രോബ്ലം ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്നും കൂടി നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ ഈ കണ്ടുപിടിക്കേണ്ട രീതികളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ കൂടെ ചിലപ്പോൾ തരുന്ന നെക്സ്റ്റ് വാല്യൂ, രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, പിന്നെ എന്താ ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലേ 40%, 65% അങ്ങനെയൊക്കെ തരുന്നത്, അതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഓരോന്നിനും ഓരോന്ന് മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെസ്പെക്റ്റീവ് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത് ഇത് ഏതാണെന്ന് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിലുള്ളത്. അപ്പോൾ ഞാനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ആ പ്രോബ്ലം നല്ലപോലെ നിങ്ങൾ പഠിക്കുക. അതിൽ ഇക്വേഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസൊക്കെയാണ് ഉള്ളത്. പിന്നെ ബാക്കി നമ്മളൊന്ന് റെഫർ ചെയ്യുക. ഒരു 10 പ്രോബ്ലംസോളം എനിക്ക് തോന്നുന്നത് കുർമിയുടെ ഇതിലുണ്ട്. പിന്നെ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കണവരാണെങ്കിലും കാണാം, അതിലും ഇത്രയും പ്രോബ്ലംസ് തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ 2-3 ടൈപ്പുകൾ, സൈക്കോമെട്രിക് പ്രോസസ്സിൻ്റെ 2-3 ടൈപ്പുകൾ പറയാം. അതിൽ ഓരോ ഡീവിയേഷൻസ് ഉണ്ട്, പാർട്ട് ബൈ പാർട്ട് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് 4 ഭാഗങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതിലൊന്നാണ് സെൻസിബിൾ ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സും സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സും. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഈ പ്രോസസ്സുകൾ കേൾക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ എന്താണെന്നുള്ളത് നമ്മൾക്ക് കണക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. എന്താണ് ആ പ്രോസസ്സ്, അതിൽ എന്താണ് ആ പ്രിൻസിപ്പിൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഒരു സെൻസിബിൾ ഹീറ്റിംഗ്, അതായത് ഹീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തു വിടുന്ന നമ്മളുടെ ഡ്രൈ എയർ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ ഹീറ്റിംഗ് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന പോലെ അത് ഹീറ്റിങ്. അതേപോലെ ഇനി സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സ്, നമ്മൾ കടത്തി വിടുന്ന വായുവിനെ കൂൾ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ടി ഇൻക്രീസസ് ഞാനിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ടി ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്. അതേപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻറ്റ്. അതേപോലെ ഇതിലും എഴുതി വെച്ചിട്ടുണ്ട് ടി ഡിക്രീസസ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാനത് ആ ഫിഗർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെന്താണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ലാറ്റൻറ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് പ്രോസസ്സ്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. ഇപ്പോൾ ഈ ഹ്യൂമിഡിഫിക്കേഷനും ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ മോയ്സ്ചർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും, അതാണ് ഈ ഹ്യൂമിഡിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഹ്യൂമിഡിറ്റി ഉള്ള വെതർ കണ്ടീഷനൊക്കെയാണെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള കണ്ടീഷനൊക്കെയാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ അതാണത്. അപ്പോൾ അതിൽ ടി ആൻഡ് ഡബ്ല്യു ഡിക്രീസസ്. അതായത് കൂളിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സിൽ ടി ഡിക്രീസസ്, ഡബ്ല്യു ഇൻക്രീസസ്. എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, മറ്റേത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കേട്ടോ. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്തിരുന്നില്ലേ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. നമ്മളിവിടെ എഴുതിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണക്ക് ചെയ്തത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു. ഓക്കെ. ഡബ്ല്യു ഇൻക്രീസസ്. പിന്നെ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ അതിൽ ടി ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസസ്. പിന്നെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്, അതിൽ ടി ആൻഡ് ഡബ്ല്യു ഇൻക്രീസസ്. അപ്പോൾ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനിൽ അതേപോലെ തന്നെ ഹീറ്റിംഗ് ആൻഡ് ഹ്യൂമിഡിഫിക്കേഷനിലും. ഓക്കെ. ഇത് രണ്ടിലും ടി ആൻഡ് ഡബ്ല്യു ഒന്നിൽ ടി എൻ ഡബ്ല്യു ഡിക്രീസസ് ആണ്, ഒന്നിൽ ടി എൻ ഡബ്ല്യു ഇൻക്രീസസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് മനസ്സിലാക്കി. ഇപ്പോൾ ഈ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ നല്ല ക്ലിയർ ആവും. അപ്പോൾ ഇതെന്താ പറയണതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക.
ഇന്നിപ്പോൾ നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സും സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സിൻ്റെയും ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ ഒരു കണക്ക് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതേപോലെ അതിൽ മൂന്നാമത്താണ് ഇവാപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ സൈക്കോമെട്രിക് പ്രോസസ്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവാപ്പറേറ്റീവ് കൂളിംഗ് പ്രോസസ്സ്, അതിൽ ഒരു അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എച്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ടു 100%. ഇപ്പോൾ ഒരു വര പോലെ ഉണ്ടായിരുന്നില്ലേ നമ്മൾ ചാർട്ടിലൊക്കെ നോക്കിയത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഓക്കെ, അപ്പോൾ അത് ഇൻക്രീസ് ടു 100%. പിന്നെ അഡിയബാറ്റിക് മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 പ്രോസസ്സുകളുണ്ട്. അതിന് നമ്മൾ ഈ 4 ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് നോക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട് നമ്മൾ നോക്കാറുള്ളത്. ഇവിടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇവിടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എയർ കടത്തി വിടുകയാണ്. ആ എയർ ഇതിൽ കൂടെ കടത്തി വിട്ടിട്ട് എയർ പുറത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻസിബിൾ ഹീറ്റിംഗ് ആണ്. നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഈ എയറിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ എയറിൻ്റെ ടെമ്പറേച്ചർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD1 ആണ്. പുറത്തേക്ക് വന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD2 ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഇതിനൊന്ന് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റിംഗ് കോയിൽ വേണം, ഒരു മീഡിയ വേണം. അപ്പോൾ ഒരു ഹീറ്റിംഗ് കോയിൽ നമ്മൾ വെച്ചു. ആ ഹീറ്റിംഗ് കോയിലിൽ നമ്മൾ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് കോയിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ TD3 എന്ന് കാണിക്കുന്നുണ്ട്, ചിലതിൽ TS എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ഞാൻ കോമൺ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റിംഗ് കോയിൽ, ഈ ടെമ്പറേച്ചറിൻ്റെ ഇതിൻ്റെ കോയിലിൻ്റെ ടെമ്പറേച്ചർ, സർഫസ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നിന്ന് ഈ എയർ വന്നിട്ട് ഈ ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് TD2 ആവും. അപ്പോൾ അതിലത്തെ ഇനി ആ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1, 2 അതാണ് നമ്മളുടെ ഈ 1ഉം 2ഉം, TD1ഉം TD2ഉം. TD1 എന്ന് പറഞ്ഞാൽ ഇതാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരികയാണ് കേട്ടോ. TD1, TD2 അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ആ ഇൻക്രീസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അടുത്തത് ഏതാണ്? 3 എന്ന് പറയുന്ന പോയിൻ്റാണ് എന്ത്? TS. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 3 എന്ന് പറയുന്നതാണ് TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ എല്ലാത്തിനും ഹീറ്റിംഗ് പ്രോസസ്സിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ശരിക്കും ഐഡിയ ഞാനത് അപ്പുറത്ത് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു ഐഡിയൽ കേസാണെന്നുണ്ടെങ്കിൽ എത്രമാത്രമാണോ ടെമ്പറേച്ചർ വന്നത് ആ ടെമ്പറേച്ചർ, അതായത് ഹീറ്റിംഗ് കോയിൽ വരുന്ന ടെമ്പറേച്ചറിനെ മൊത്തമായിട്ട് ഇത് വലിച്ചെടുത്തിട്ടാണ് പുറത്തേക്ക് വരേണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല, അതിൽ കുറച്ച് ലോസസ് ഉണ്ടാവും. അപ്പോൾ TD2 എന്ന് പറയുന്നത് ഒരിക്കലും മാക്സിമം ടെമ്പറേച്ചർ ആയിട്ടുണ്ടാവില്ല, TSൻ്റെ അത്ര എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ 3 എന്ന് പറയുന്ന പോയിന്റ് കുറച്ച് കൂടുതലായി നിൽക്കുന്നത്. അപ്പോൾ T1, T2, T3 അങ്ങനെ 3 പോയിന്റുകൾ വന്നു. ഓക്കെ, അപ്പോൾ ആ 3 പോയിന്റ് നമ്മൾ എന്താ പറയുക? T ഇൻക്രീസസ് ആണെന്ന് പറഞ്ഞത്. T ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. അതിൽ എന്താണ് നമ്മളുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി W ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സിൽ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ടിൽ ഈ വശത്ത് റീഡ് ചെയ്യുന്നതായിരുന്നു നമ്മളുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി പോയിൻറ്റ്സുകൾ. ഇപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇവിടെ നിന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചറോ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറോ അനുസരിച്ചിട്ട് കിട്ടുന്ന ആ കറസ്പോണ്ടിങ് റെഫറൻസ് വാല്യൂവിൽ നിന്ന് നമ്മൾ ഓരോ സൈഡിലേക്ക് എടുക്കും. അപ്പോൾ എന്താൽപ്പി എടുക്കാം, നമ്മൾ റെഡ് ലൈന് പാരലായിട്ട് വരയ്ക്കും. പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു നമ്മളുടെ സ്പെസിഫിക് വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലൂ ലൈൻ്റെ പാരലായിട്ട് വരയ്ക്കും. പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ എക്സ് ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ വരയ്ക്കും, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അത് ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ഇതിൽ ആ ചാർട്ട് വെച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ എന്താണ് 1, 2, 3 എന്ന് പറയുന്നു. ആ 3 കണ്ടീഷനിൽ T നമ്മളിപ്പോൾ ഇവിടെ ഞാനതല്ല പറഞ്ഞത്, T ഇൻക്രീസസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. T ഇൻക്രീസസ് W കോൺസ്റ്റൻറ്റ്. അതാണ് ഞാൻ ഫസ്റ്റ് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സിൻ്റെ ഇത് പറഞ്ഞത്. അപ്പോൾ T ഇൻക്രീസസ് W കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ ഞാൻ 1, 2, 3 എന്നാണ് TD1, TD2, TS അല്ലെങ്കിൽ TD3. അപ്പോൾ അതിൽ പിന്നെ ഈ 5.1, 5.2, 5.3 എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. നമ്മൾ നമ്മളൊരു പെർസെൻറ്റേജ് 40%, 60% എന്നൊക്കെ പറയുന്ന ആ ലൈനുകളാണ് ഇത് 5.1, 5.2, 5.3 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഓരോ ലൈൻസും അതിൻ്റെ റെസ്പെക്റ്റീവ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസാണ് 1, 2, 3 പോകുന്നത്, കടന്നു പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മളതിൽ അറിയേണ്ട കാര്യങ്ങൾ TD1നേക്കാൾ വലുതാണ് TD2. ഓക്കെ, TD1നേക്കാൾ വലുതാണ് TD2, TD1നേക്കാൾ വലുതാണ് TD2. ഓക്കെ, TD2നേക്കാൾ വലുതാണ് TS, TD2നേക്കാളും വലുതാണ് TS. എന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ആ അബ്സോർബ് ചെയ്തിട്ടാണ് അത് TD2 ആയി മാറുന്നത്. TD1 ഈ ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് TD2 ആകുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് അത് ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിലൊരു 20% അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കണക്കിലൊക്കെ അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. 100 ഡിഗ്രി സെൽഷ്യസ് വന്നത് 80 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് എടുത്തത്. അപ്പോൾ 10 ഡിഗ്രി ഉണ്ടായിരുന്നത് വീണ് കിടക്കുമ്പോൾ എത്രയും 30 ഡിഗ്രി ആയി മാറും.
ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. പിന്നെ W1 W2 W3 അതായത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു W1 ഈസ് ഈക്വൽ ടു W2 ഈസ് ഈക്വൽ ടു W3. പിന്നെയുള്ളത് H3, അതായത് ഇപ്പോൾ 1 2 3 ഏതാണ് ടെമ്പറേച്ചർ കൂടുതൽ? TD3 ആണ്, അതായത് ടി എസിൻ്റെ ആണ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ H3 മാക്സിമം, H2 അതിനെക്കാട്ടും കുറച്ച് കുറവ്, H1 ഏറ്റവും കുറവ്. അപ്പോൾ അതായത് H3 വലുത്, അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണ് H2, അതിനേക്കാളും ചെറുതാണ് H1. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി, അതാണ് എൻതാൽപ്പിയുടെ വാല്യൂ. പിന്നെ ഹീറ്റിംഗ് കോയിൽ ടെമ്പറേച്ചർ ഈസ് മോർ, അത് ഞാൻ ഈ പറഞ്ഞ കാര്യം TSൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹീറ്റിംഗ് കോയിൽ ടെമ്പറേച്ചറാണ് മോറായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പറയുന്നത് ഹീറ്റിംഗ് കോയിൽ കപ്പാസിറ്റി ഓർ ഹീറ്റ് സപ്ലൈ ടു എയർ, Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ Q കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കാറുള്ളത് ഒന്ന് MCP ΔT, അതായത് അല്ലെങ്കിൽ എൻതാൽപ്പി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, MA H2. MA എന്ന് പറയുമ്പോൾ മാസ് ഓഫ് എയർ ആണ് കേട്ടോ, മാസ് ഇൻറ്റു H2 മൈനസ് ΔH, മാസ് ഇൻറ്റു ΔH. അപ്പോൾ മാസ് ഓഫ് എയർ ഇൻറ്റു H2 മൈനസ് H1, H2 മൈനസ് H1. ഓക്കെ, ഈ H2 എന്ന് പറയുന്നത് ഇത് H2 മൈനസ് H1. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഈ വാല്യൂസ് എല്ലാം നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ H2 മൈനസ് H1 കണ്ടുപിടിക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. മാസ് ഓഫ് എയർ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ നേരിട്ട് എടുക്കുക. ഇനി തന്നിട്ടില്ല വേറെ ഏതെങ്കിലും രീതിയിലാണെന്നുണ്ടെങ്കിൽ PA/VA, നമ്മൾ PV = MRT എന്ന് പറയുന്ന ഇക്വേഷൻ ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതിൽ V എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയമാണ്, V എന്ന് പറയുന്നത് വോളിയമാണ്. അതേപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ നോക്കിയോ, മാസ് ഓഫ് എയർ കണ്ടുപിടിക്കാനുള്ള അടുത്തൊരു ഇക്വേഷനാണ് വോളിയം റേറ്റ്. ഇത് നമ്മൾ നോർമൽ വോളിയം റേറ്റ്, അതിൻ്റെ ഫ്ലോയുടെ നോർമൽ വോളിയം നമ്മൾ ഏതാ പറയുക, m3/s പിന്നെ ഇത് എത്രയാണ്, ഇത് സ്പെസിഫിക് വോളിയം, അതായത് m3/kg. ഓക്കെ, അപ്പോൾ വോളിയം റേറ്റ്, അപ്പോൾ ഇത് എത്രയാണെന്നുള്ളതും ഇത് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും സ്പെസിഫിക് വോളിയം വാല്യൂ, വോളിയം ഫ്ലോ റേറ്റ് m3/s ഇത്രയാണ്, m3/kg സ്പെസിഫിക് വോളിയം ഇത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ് ഓഫ് എയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ഇക്വേഷൻസുകൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കണം, അത്രയേ ഉള്ളൂ. കണക്കൊക്കെ എല്ലാം ഒരു നോർമലി ഒരേ മെത്തേഡ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളൊന്ന് ഫെമിലിയർ ആയിരിക്കണമെന്ന് മാത്രം ആ ഇക്വേഷൻസിനൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊന്ന് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. MA കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മളൊക്കെ ഇവിടെ പറഞ്ഞു. ഓക്കെ, പിന്നെയുള്ളത് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടാണ് വോളിയം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എയർ ഇൻ m3/s, സ്പെസിഫിക് വോളിയം ഓഫ് എയർ ഇൻ m3/kg. ഓക്കെ, ഇനി സെൻസിബിൾ കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ള പറയുന്നത്. സെൻസിബിൾ കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ TD1 നിന്ന് വന്നു, TD1 ഇതിലേ വന്നു, TD2 ടെമ്പറേച്ചറായിട്ട് പുറത്തേക്ക് പോയി. ഇത് എന്താണ്, ഇത് TS, ഇത് കൂളിംഗ് ടെമ്പറേച്ചറാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കൂടുതൽ? ഇത് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇത് കൂളായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ TD1 ആയിരിക്കും കൂടുതൽ, അല്ലേ? എയർ ഇൻ ചെയ്യുന്നത് കൂടുതൽ ടെമ്പറേച്ചറും, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ അത് കൂൾ ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു പോകും. അപ്പോൾ ഇതാണ് കൂളിംഗ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു കൂളിംഗ് മീഡിയം ആണ്. അപ്പോൾ ഇതുമ്പോൾ തട്ടിയിട്ട് ഇത് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഇത് TD2 ആകും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഏതായിരിക്കും ഇതിൽ? ഇപ്പോൾ ഞാനിവിടെ എഴുതിയത് ഇത് 1, ഇത് 2, ഇത് 3. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഏതിനായിരിക്കും? TD1 ആണ് മാക്സിമം. കഴിഞ്ഞതിൽ TD1 ആയിരുന്നു മിനിമം, TD3 ആയിരുന്നു മാക്സിമം. നമ്മളുടെ TD3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TS, സർഫസ് ടെമ്പറേച്ചർ ആയിരുന്നു, ഹീറ്റിംഗ് കോയിലിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ TD1 ആണ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി കൂടുതൽ ഏതായിരിക്കും? TD2 ആണ്. കാരണം പുറത്തേക്ക് കടന്നു പോകുന്നത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി കുറവാണ് ഉണ്ടാവുക. പക്ഷേ TS എത്രയായിരിക്കും? TS ഏറ്റവും കുറവായിരിക്കും, അല്ലേ? ഇതാണ് കൂളിങ്ങിന് കാരണമാകുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് നല്ല ടെമ്പറേച്ചർ കുറവായിരിക്കും, ഇതുമ്പോൾ തട്ടി പോകുമ്പോഴാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഇത്രയായിട്ട് കുറയുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 2 3 ഈ ഓർഡറിൽ വന്നു. പിന്നെ അതേപോലെ തന്നെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വാല്യൂസ്, അതേപോലെ റെസ്പെക്റ്റീവ് എൻതാൽപ്പി വാല്യൂസ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതി. 1 2 3 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് TD1, 2 TD2, അതേപോലെ 3 എന്ന് പറയുന്നത് TS, നമ്മൾ ഈ കൂളിംഗ് കോയിലിൻ്റെ സർഫസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഏതാ ടെമ്പറേച്ചർ മാക്സിമം TD1 ആണ്. പിന്നെ കുറച്ചും കൂടിയും TD1 കുറച്ചും കൂടി കുറവ് TD2 ആയിരിക്കും. ഇവിടെ നിന്ന് തട്ടി ഇത് തണുപ്പിച്ച് പോകാനും ഇത് TD2 ആയിരിക്കും. ഈ TD2 കുറവായിരിക്കും TS. ഓക്കെ, ഈ TS. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. W1 = W2 = W3 എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ H1, അപ്പോൾ ഇതിൽ മാക്സിമം ഏതായിരിക്കും? ഇതിൻ്റെ ആയിരിക്കും കൂടുതൽ. H1 മാക്സിമം, H2 കുറച്ചും കൂടിയും, H1 കുറച്ചും കൂടിയും കുറവ്, H3 നല്ലോണം കുറവ്. അപ്പോൾ ഇതിലിപ്പോൾ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ, പക്ഷേ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്. കഴിഞ്ഞതിൽ 1 2 3 ഇങ്ങനെയായിരുന്നു, ഇതിൽ 1 2 3 ഇങ്ങനെയാണ്. അപ്പോൾ TD1 ആണ് ഇവിടത്തത്. ഇവിടെ TD1 ഇതാണ്.
TD2 TD3. അപ്പോൾ അതൊന്ന് ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണെന്ന് പറയണമെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ TD1 TD2 TD3. ഓക്കെ, അപ്പോൾ പിന്നെ ഈ നേരത്തെ എഴുതിയ സെയിം ഇക്വേഷൻസ് തന്നെ. അപ്പോൾ കഴിഞ്ഞതിൽ H2 - H1 ആയിരുന്നു, ഇവിടെ H1 - H2 ആയി അല്ലേ? കഴിഞ്ഞതിൽ H2 - H1 ആണ് നമ്മളെടുത്തത്. അപ്പോൾ ഇതിൽ H1 - H2 ശരിയല്ലേ? ഇതാണ് കൂടുതൽ, ഇത് കുറവ്. ഇതിപ്പോൾ നമ്മൾ ഇത് മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ എത്രമാത്രമാണ് കൂളിംഗ്, അപ്പോൾ ഹീറ്റ് റിമൂവൽ, ഹീറ്റ് കപ്പാസിറ്റി എടുക്കാൻ നമ്മൾ എടുക്കണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? Q = മാസ് ഓഫ് എയർ ഇൻറ്റു H1 - H2 അതെഴുതി. ഇപ്പോൾ ഇത് കേട്ടോ, ഇഫ് MA ഈസ് നോട്ട് ഗിവൺ നെഗ്ലക്റ്റ് ദ മാസ് ഓഫ് എയർ ഫോർ കാൽക്കുലേഷൻ ഓഫ് Q. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ മാസ് ഓഫ് എയറിനെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്താൽ മതി. അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനിയുള്ളത് എന്താണ്, നമുക്ക് ബൈപ്പാസ് ഫാക്ടർ ഫോർ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈപ്പാസ് ഫാക്ടർ ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ ഇതിപ്പോൾ കൂളിങ്ങിൻ്റെ പടമാണ്. ഞാൻ ജസ്റ്റ് ചൂട് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കടന്നു വന്നിട്ട് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് ഇത് വലിച്ചെടുക്കില്ല, കുറച്ച് ലോസസ് കൂടി ഉണ്ടാവും. അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ TD1 ഇപ്പുറത്തെത്തുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് തന്നെ വരണം. പക്ഷേ 0 ഡിഗ്രി ആവില്ല, കുറച്ച് എന്താ പറയുക, കുറച്ച് കൂടുതലായിട്ട് 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ ആയിട്ട് നിൽക്കണം. 0 ഡിഗ്രിക്ക് അത്രയും ഇതാവില്ല. ഇതിപ്പോൾ ഏതാ? ഓക്കെ, ഇതിപ്പോൾ ഹീറ്റിംഗ് അല്ല ഞാൻ പറഞ്ഞത്. ഹീറ്റിംഗ് ആണെന്ന് ഇപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണിത്. 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഈ ടെമ്പറേച്ചർ ഇപ്പോൾ ഇത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള എയറാണ് വരുന്നതെങ്കിൽ ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആവണം. പക്ഷേ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആവില്ല, ചിലപ്പോൾ ഒരു 50 ഡിഗ്രി അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ലോസ് ആയിട്ട് പോവാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത്. സെയിം തന്നെ നമ്മളിപ്പോൾ കൂളിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്നത് 50 ഡിഗ്രി സെൽഷ്യസിലുള്ള എയർ 0 ഡിഗ്രി സെൽഷ്യസിൽ തട്ടുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആവണം. പക്ഷേ അതാവില്ല, അവിടെ കുറച്ച് ലോസസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 50 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ ഒരു 30 ഡിഗ്രി ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ, അതിനെയാണ് നമ്മൾ ഈ ബൈപ്പാസ് ഫാക്ടർ ഫോർ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷനാണത്. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ? ഹീറ്റിങ്ങിൻ്റെ TS മൈനസ് ഇവിടെ എഴുതിയില്ല, ദിസ് ഇസ് ഡ്യൂ ടു ഹീറ്റിംഗ്. ആദ്യത്തെ നമ്മൾ എഴുതുന്നത് ഹീറ്റിങ്ങിൻ്റെയാണ്. ഹീറ്റിങ്ങിൻ്റെ TS - TD2 / TS - TD1. ഓക്കെ, TS ആണ് മാക്സിമം, TS - TD2 / TS - TD1. ഇനി രണ്ടാമത്തേനാണ് കൂളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും വരിക? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് T1 അല്ലേ, TD2, അതായത് TS കുറവ് എന്ന് പറഞ്ഞാൽ സർഫസിൻ്റെ ഇത് കുറവ്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ എന്തായിരിക്കും? TD2 - TS / TD1 - TS. ഇവിടെ കഴിഞ്ഞതിൽ TS - TD2 / TS - TD1. ഇപ്പോഴത്തേതിൽ TD2 - TS / TD1 - TS. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെയും കൂളിങ്ങിൻ്റെയും ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ്. TS - TD2 ആവും, പിന്നെ TS - TD1 ആവും. ഇപ്പോൾ കൂളിംഗ് വരുമ്പോൾ ആദ്യം TD2. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എഫിഷ്യൻസി ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് കോയിൽ. ഇപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ളത് 1 - ബൈപ്പാസ് ഫാക്ടർ എഫിഷ്യൻസി ഓഫ് ഹീറ്റിംഗ്, അതേപോലെ എഫിഷ്യൻസി ഓഫ് കൂളിംഗ് 1 - ബൈപ്പാസ് ഫാക്ടർ. അപ്പോൾ അത് റെസ്പെക്റ്റീവ് ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് 1 - കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് ചില കേസിൽ ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? എഫിഷ്യൻസി = 1 ആയിരിക്കും. ശരിയല്ലേ? ബൈപ്പാസ് ഫാക്ടർ ഇല്ല, 0 ആണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്താ? 1, 100% എഫിഷ്യൻസി. അപ്പോൾ അത് ഉണ്ടാവില്ല ബൈപ്പാസ് ഫാക്ടർ. നോർമൽ ഐഡിയൽ കേസിൻ്റെ കാര്യം റിയൽ കേസും. ഐഡിയൽ കേസിൽ ബൈപ്പാസ് ഫാക്ടർ 0 ആയിരിക്കും. അപ്പോൾ എഫിഷ്യൻസി = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇത് ഒരു പ്രോബ്ലം നോക്കാം. ഇപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്ക് എടുത്തിട്ട് ചാർട്ട് എടുത്ത് ചെയ്യുക, അതാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. അപ്പോൾ ചിലപ്പോൾ 1-2 സ്ഥലത്ത് നമുക്ക് സ്റ്റീം ടേബിൾ നോക്കേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ എ ഹീറ്റിംഗ് ആപ്ലിക്കേഷൻ മോയ്സ്ചർ എൻറ്റേഴ്സ് എ സ്റ്റീം
മോയ്സ്റ്റ് എയർ എൻറ്റേഴ്സ് എ സ്റ്റീം ഹീറ്റിംഗ് കോയിൽ അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിൽ എൻ്റർ ചെയ്തു, സ്റ്റീം ഹീറ്റിംഗ് കോയിലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഓക്കെ, ആൻഡ് ലീവ്സ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 10 ഡിഗ്രിയിൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഫിഗർ പറയുകയാണെങ്കിൽ 10 ഡിഗ്രി, TD1 TD2 ആണ്. 10 ഡിഗ്രിയിൽ എൻ്റർ ചെയ്തിട്ട് 30 ഡിഗ്രിയിൽ പുറത്തേക്ക് പോയി. ഡിറ്റർമൈൻ ദ സെൻസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇഫ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ഈസ് 100 kg. MA തന്നു 100 kg ഓഫ് ഡ്രൈ എയർ പെർ സെക്കൻഡ്, kg/s തന്നു. ആൾസോ ഡിറ്റർമൈൻ ദ സ്റ്റീം മാസ് ഫ്ലോ റേറ്റ് ഇഫ് സ്റ്റീം എൻറ്റേഴ്സ് സാച്ചുറേറ്റഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ആ സ്റ്റീം എൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ TSൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെമ്പറേച്ചർ. ആ ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തിവില്ലേ, TD1 TD2, പിന്നെ ഇങ്ങനെ കടത്തി നമ്മൾ ആ ഫിഗറിൽ കഴിഞ്ഞ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ അത് TS 100 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളിലേക്ക് പോന്നിട്ട് കണ്ടൻസേറ്റ് ലീവ്സ് അറ്റ് 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വന്നത് പുറത്തേക്ക് കിടന്നപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസ് ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 20 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇനി ഉള്ളത് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഡിറ്റർമൈൻ ദ സെൻസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ, Q കണ്ടുപിടിക്കണം. ആൾസോ ഡിറ്റർമൈൻ ദ സ്റ്റീം മാസ് ഫ്ലോ റേറ്റ്. ഇപ്പോൾ സ്റ്റീം മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ Q ഈസ് ഈക്വൽ ടു എന്താ MA × H2 - H1 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ Q എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ സെൻസിബിൾ ഹീറ്റിൽ കിട്ടിയ ഹീറ്റ് ട്രാൻസ്ഫർ തന്നെയാണ് എന്ത്, നമ്മളുടെ സ്റ്റീം വഴി കൊടുത്തുവിടുന്ന നമ്മുടെ ഹീറ്റും Q. അപ്പോൾ നമ്മൾ ആദ്യം ഒരു Q കണ്ടുപിടിച്ചിട്ട് ആ Q തന്നെയാണ് മാസ് ഓഫ് എയറിൻ്റെ എത്രമാത്രമാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായത്, അത് ആ സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മളുടെ സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ Qയിലും ഉണ്ടായിട്ടുള്ളത്, ഹീറ്റ് ട്രാൻസ്ഫറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു QA, അതായത് ഡ്രൈ എയറിൻ്റെ Q കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റീമിൻ്റെയും Q തന്നെയായിരിക്കും. അത് വെച്ചിട്ട് എന്താ ചെയ്യുക, മാസ് × H2 - H1, മാസ് ഓഫ് സ്റ്റീം, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ H2- അല്ല, അത് Hg അതാണ് വരിക. നമ്മൾ സ്റ്റീം ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അത് റെസ്പെക്റ്റീവ് കണ്ടൻസേറ്റിംഗ് പ്രഷർ, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ളത് ആണ് നമ്മളുടെ ഗ്യാസ്, സാച്ചുറേറ്റഡ് സ്റ്റീം. അപ്പോൾ അത് പ്യൂർലി ഗ്യാസാണ്, Hg എടുക്കുക. പിന്നെ ഇതെന്തായിരിക്കും, കണ്ടൻസേറ്റ് ലീവ്സ് അറ്റ് 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കണ്ടൻസേറ്റ് ആയി എന്ന് പറഞ്ഞാൽ അത് ഫ്ലൂയിഡായി. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, HF എടുക്കുക. അത് റെസ്പെക്റ്റീവ് ചെയ്ത് 80 ഡിഗ്രി സെൽഷ്യസിൻ്റെ HF എടുക്കുക. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ TD1 കടന്നു 10 ഡിഗ്രി സെൽഷ്യസ്, RH നമുക്ക് തന്നിട്ടുണ്ട് 50%, TD2 നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് തന്നു. അപ്പോൾ ഈ RHൻ്റെ ആവശ്യം എന്തിനാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനായിരിക്കും, നമ്മൾ ഇത് നോക്കുമ്പോൾ കണ്ട, അപ്പോൾ ഞാൻ ചാർട്ട് ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ TD1 തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിനാണ് ഈ RH തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ RH നമുക്ക് കാൽക്കുലേഷനിൽ RHൻ്റെ ആവശ്യമില്ല, പക്ഷേ സൈക്കോമെട്രിക് ചാർട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ RH അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്പെക്റ്റീവ് വാല്യൂ നമുക്ക് ഉണ്ടാവണം. 2 പോയിൻ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് റെഫറൻസ് പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ RH ഇപ്പോൾ TD1 തന്നു, RH 50 ഡിഗ്രി സെൽഷ്യസ് തന്നു, TD2 പുറത്ത് കിടക്കുന്നു 30 ഡിഗ്രി സെൽഷ്യസ് തന്നു, മാസ് ഓഫ് എയർ 100 kg/s തന്നു. ഇനി TS അതായത് സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്, കണ്ടൻസേറ്റ് ലീവിങ്, കണ്ടൻസറിൻ്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ ഞാൻ ഈ നേരത്തെ ഈ സൈക്കോമെട്രിക് ചാർട്ടിലുള്ള കാര്യം എന്ന് പറയാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ TD, ഓക്കെ. പിന്നെ ഇത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസിൽ 50 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 10ൽ നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് കിട്ടി. ഏത് ആദ്യത്തെ റെഫറൻസ് പോയിന്റ് കിട്ടി. ആ റെഫറൻസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സെൻസിബിൾ ഹീറ്റിങ്ങിൽ അല്ലെങ്കിൽ സെൻസിബിൾ കൂളിങ്ങിൽ എന്താണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ സൈക്കോമെട്രിക് ചാർട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരയ്ക്കുക, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇത് പോയിന്റ് കിട്ടും. എങ്ങനെ, നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈനിൽ ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ മോളിക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ എന്താണ്, ഇത് 5-1, ഇത് 5-1. ഓക്കെ, അപ്പോൾ നമുക്ക് 5-1 തന്നിട്ടുണ്ട്. ഇനി ഇത് 5-2, ഇത് 5-2. അത് നമ്മളിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില പ്രോബ്ലത്തിൽ 5-2 കാണാൻ പറയുമല്ലോ. അപ്പോൾ 5-2 എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് TD2 കണ്ടീഷനിൽ എത്രയാണെന്ന് നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കാണിക്കണം. അപ്പോൾ അത് ഓരോ പ്രോബ്ലത്തിൽ ഓരോ തരത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യം എന്താ, നമുക്ക് ഈ പ്രോബ്ലത്തിലാണെങ്കിൽ നമുക്ക് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഡിറ്റർമൈൻ ദ ഹീറ്റ് ട്രാൻസ്ഫർ Q കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ H2 - H1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ, ഈ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഈ പോയിന്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻ്റ് എൻതാൽപ്പി ലൈനിലേക്ക് ഇത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് H2, അതായത് ഈ സ്കെയിൽ, ഇവിടെ ഒരു സ്കെയിലില്ലേ,
ഇവിടെ അങ്ങനെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിൽ H2 - H1 കിട്ടും. ഇവിടെയുള്ള സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെറ്റ് ബൾബ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൽ നമുക്ക് Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Q കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ ഏതാണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് Q = മാസ് ഓഫ് എയർ ഇൻറ്റു H2 - H1. നമ്മളിപ്പോൾ നേരത്തെ ഈ ഡ്രോയിങ്ങിൽ കാണിച്ച H2, അതായത് 1 കണ്ടീഷൻ 2. അപ്പോൾ 1-2 പോയിൻറ്റ്സിൽ H2 - H1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസും പിന്നെ 30 ഡിഗ്രി സെൽഷ്യസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സൈക്കോമെട്രിക് ചാർട്ട് എടുക്കുക. അതായത് 4.8 ഡോം കൊണ്ടുപോകുന്ന ടെക്സ്റ്റ് ബുക്കിൽ 4.8 എന്നുള്ളതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടുന്ന് നമ്മളുടെ 10 ഡിഗ്രി സെൽഷ്യസ് 10 ഡിഗ്രി സെൽഷ്യസിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്നുള്ളത് RH വാല്യൂ നമുക്ക് 50% തന്നിട്ടുണ്ട്, ശരിയല്ലേ? 5.1 നമുക്ക് 50% നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മളുടെ 10ൻ്റെ വര. ഓക്കെ, ഇത് നമ്മളുടെ 10 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 കാര്യങ്ങൾ ഒന്ന് പറയാം ഇവിടെ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞത് നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതാണ് ഈ ലൈനുകൾ, ഈ പോകുന്നത് 50% നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതിനൊരു കളർ ചേഞ്ച് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ കളറാണ് ഈ ലൈനുകൾക്ക്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി RH ലൈനിന് ഒരു ഇത്. അപ്പോൾ ഇതിനോട് 50%, 40% അങ്ങനെ നമുക്ക് ഓരോ വാല്യൂസ് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഈ പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50% തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട്, അപ്പോൾ അത് ഈ ലൈൻ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് നമ്മുടെ 10 ഡിഗ്രി സെൽഷ്യസ് ഇതാണ് 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ഇവിടെ വെച്ചു. 50 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ നിന്ന് വന്നിട്ട് ഇതിൽ തന്നെ മുട്ടി ഈ പോയിൻ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഫസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിൻ്റ്. ഈ റെഫറൻസ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അതായത് നമ്മുടെ ഇപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈൻ, ഈ എൻതാൽപ്പി ലൈന് പാരലായിട്ട് വരച്ചിട്ട് ഇവിടെ മുട്ടുന്ന പോയിൻ്റാണ് നമ്മുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, ഈ വെറ്റ് ബൾബ് പിന്നെ നമ്മുടെ റെഫറൻസ് പോയിൻറ്റിൽ നിന്ന് ഈ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ് എന്ത്? നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കിട്ടി, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കിട്ടി. ഇനി ഈ ലൈൻ നമ്മളിപ്പോൾ ഈ റെഫറൻസ് പോയിൻ്റ് നേരെ ഈ റെഡ് ലൈനിലേക്ക് ഈ അറ്റം വരെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എൻതാൽപ്പി കിട്ടി. അപ്പോൾ എൻതാൽപ്പി കിട്ടി. പിന്നെയുള്ളത് എന്താ? നമ്മളുടെ സ്പെസിഫിക് വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ട ഈ വരകൾ കണ്ട, ഈ വരകൾ ഇങ്ങനെ ഒരു ബ്ലൂ കളറുള്ള വരകളാണിത്. അപ്പോൾ ഈ ലൈനിന് പാരലായിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ 10 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ 50യുടെ ലൈൻ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഇതിന് പാരലായിട്ട് ഇതാണ് നമ്മുടെ വര. അപ്പോൾ അതിന് ഏകദേശം പാരലായിട്ട് ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര 0.80യും 0.82ൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ 0.805 അങ്ങനെ ഒരു ഏവറേജ് റേഞ്ചിലൊക്കെ എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുക്കുക. പിന്നെ ആ സെയിം ലൈൻ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും. അതായത് ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റെഫറൻസ് പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്കിനി കണ്ടുപിടിക്കാൻ 10 ഡിഗ്രി സെൽഷ്യസിൻ്റെ പോയിന്റ്. ഓക്കെ, നമ്മളുടെ 10 ഡിഗ്രി സെൽഷ്യസിൻ്റെ വരെയും 50യുടെ RH വരെയും അത് ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് നമുക്ക് ഇത് ഇവിടെ വന്ന് മുട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ റെഫറൻസ് പോയിൻറ്റ്. ഫസ്റ്റ് റെഫറൻസ് പോയിൻറ്റ് ഞാനിവിടെ ഇതെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ 50യുടെ ലൈൻ ഇത് കേട്ടോ. ഞാനിങ്ങനെ വന്ന് ഈ 10 ഡിഗ്രി സെൽഷ്യസും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് വെച്ചു. അപ്പോൾ എനിക്ക് റെഫറൻസ് പോയിൻ്റ് ഇവിടെ കിട്ടി. ഇനി അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്? ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സെൻസിബിൾ കൂളിങ്ങിൽ നമ്മളുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് W എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു വര വരയ്ക്കുക. അപ്പോൾ നമ്മളത് എപ്പോഴും ഇങ്ങനെ വരച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാമിന് വരെ നമുക്കിതൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ മാക്സിമം വരച്ചാൽ മതി. അതുവരെ നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ആകെ വരച്ചിട്ട് ഇതാക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്കെയിൽ വെച്ച് നോക്കുക. ഇത് ഇങ്ങനെ വന്നു. അപ്പോൾ ഈ വര ഇതിലേ ഇങ്ങനെ ഇപ്പോൾ ഇതിന് പാരലായിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പാരലായിട്ട് ഞാൻ കൊണ്ടുവന്നു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മുടെ 30യുടെ ഇത് ടെമ്പറേച്ചർ ലൈൻ ഇതാണ്. അപ്പോൾ 30യുടെ ഇവിടെ വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു ഇത്തിരി മുകളിലായിട്ട് ഇവിടെ ആയിട്ട് കിട്ടി. ഓക്കെ, ഈ ഒരു പോയിന്റിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇതാണ് 30. അപ്പോൾ എനിക്ക് എന്തായി? നമ്മളുടെ 2 പോയിന്റ് കിട്ടി, 1, 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? H2
അതേപോലെ H1 കണ്ടുപിടിക്കണം. അതായത് ഈ ഇതിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ കൊണ്ടുവരും? ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളുടെ റെഡ് ലൈനിന് പാരലായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഇതപ്പോൾ ഒരു 20 എത്തിയിട്ടില്ല, ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. 20 എത്തിയിട്ടില്ല എന്നുള്ള റേഞ്ചിൽ. അപ്പോൾ H1 20 എത്തിയിട്ടില്ല. പിന്നെ H2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് കിട്ടിയ പോയിൻ്റ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഈ പാരലൽ, ഇതാണ് നമ്മുടെ റെഡ് ലൈൻ. അപ്പോൾ ഈ റെഡ് ലൈന് പാരലായിട്ട് ഇപ്പുറത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ എനിക്കതൊരു 40യുടെ അടുത്തായിട്ട് കിട്ടും. 40യിൽ എത്തില്ല. പാരലായിട്ട് വെച്ച് നോക്കുമ്പോൾ 40യിൽ, അതായത് നമ്മളൊരു ആവറേജ് എടുത്താൽ മതി. നമ്മൾ ബൈ പ്രാക്ടീസ് ഒരു കുറച്ചൊക്കെ അങ്ങോട്ട് ഓരോരുത്തർ എടുക്കുന്നതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് H2 H1 കിട്ടിയില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ H2 H1 എടുത്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ ആ വാല്യൂസ് ഇവിടെ കൊടുത്തു. H2 മൈനസ് H1 ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ കിട്ടിയ വാല്യൂ ഇവിടെ എഴുതി. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇവിടെ എഴുതി. H1 നമുക്ക് 20ൻ്റെ അടുത്ത് കിട്ടണമെന്ന് പറഞ്ഞു, H2 40ൻ്റെ അടുത്ത് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ആവറേജ് വാല്യൂ എടുത്തിട്ട് എഴുതി. കിലോ ജൂൾ പെർ കെ ജി 19.3 കിലോ ജൂൾ പെർ കെ ജി ഡ്രൈ എയർ, H2 39.8 കിലോ ജൂൾ പെർ കെ ജി ഡ്രൈ എയർ, അത് എഴുതി. എന്നിട്ട് ഞാൻ എന്ത് എഴുതി, ഞാനത് നെക്സ്റ്റ് Q കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി. ക്യൂവിൻ്റെ അവിടെ മാസ് ഓഫ് എയർ തന്നിട്ടുണ്ട്. H2 H1 നമുക്ക് കിട്ടി. നമുക്ക് 2050 കിട്ടി, കിലോ ജൂൾ പെർ സെക്കൻഡ്. 2050 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാസ് ഫ്ലോ റേറ്റ് സ്റ്റീമിൻ്റെ MS കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ MS നമ്മളോട് കണ്ടുപിടിക്കാനാണ്. മാസ് ഫ്ലോ റേറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനും ഉള്ള ഇക്വേഷനാണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ H2 മൈനസ് H1. അപ്പോൾ അത് സ്റ്റീമിൻ്റെ ആകുമ്പോൾ HG മൈനസ് HF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എത്രയാണ് കൂടുതൽ വന്നിട്ടുള്ളതും എത്രയാണ് ഫ്ലൂയിഡിൻ്റെ കണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിലേക്ക് കടന്നിട്ടുള്ള ടെമ്പറേച്ചറും ഫ്ലൂയിഡായിരുന്നപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എൻതാൽപ്പി വാല്യൂസ് എടുത്തിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ M∆T എന്ന് പറയുന്നതിന് പകരം MCP ∆T എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതി, M∆H എന്ന് എഴുതി. അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ M മാസ് ഓഫ് സ്റ്റീം ഇൻറ്റു HG മൈനസ് HF. ഇന്ന് നമുക്ക് HGയും കണ്ടുപിടിക്കണം, HFും കണ്ടുപിടിക്കണം. അപ്പോൾ HG HF എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇത് നമ്മളുടെ ഇതില്ലേ, സ്റ്റീം ടേബിൾ എടുക്കുക. സ്റ്റീം ടേബിളിൽ ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് സാച്ചുറേറ്റഡ് സ്റ്റീം ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അത് കടന്നു പോകുമ്പോൾ എത്രയാവും, കണ്ടൻസേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, 80 ഡിഗ്രി സെൽഷ്യസ് ആവും. 80 ഡിഗ്രി സെൽഷ്യസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചറിലുള്ള HG HF കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റീം ടേബിൾ എടുക്കുക. അപ്പോൾ സ്റ്റീം ടേബിൾ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റീം ടേബിളിൽ നമ്മളുടെ 100 ഡിഗ്രി സെൽഷ്യസ്, ആദ്യം 100 ഡിഗ്രി സെൽഷ്യസ് നോക്കുക. ഓക്കെ, അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. 100 ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ് നമ്മളുടെ സാച്ചുറേറ്റഡ് പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസിലുള്ളത്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസിലുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനതിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസ് എടുക്കാൻ പോവാണ്. 100 ഡിഗ്രി സെൽഷ്യസിൽ വന്നപ്പോൾ എനിക്ക് HG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്യാസായിട്ട് നിൽക്കുന്ന കണ്ടീഷനാണ്. 100 ഡിഗ്രി സാച്ചുറേറ്റഡ് 76 ഇത് കിലോ ജൂൾ പെർ കെ ജി HG എനിക്കിവിടെ കിട്ടി. ഓക്കെ, ഇനിയുള്ളത് എത്ര, 80 ഡിഗ്രി സെൽഷ്യസിൽ. 80 ഡിഗ്രി സെൽഷ്യസിൽ എനിക്ക് വേണ്ടത് എത്രയാണ്, HF ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ അത് ഫ്ലൂയിഡാണ്. അപ്പോൾ HFൻ്റെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ ഇല്ല, ശരിയല്ലേ? 78.7ഉം 81.3ൻ്റെയും ഇടയിലാണ് 80 നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടെടുക്കും. അപ്പോൾ ഞാനതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ HG കിട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, 80 ഡിഗ്രി സെൽഷ്യസിൽ പേജ് നമ്പർ 37 അത് ഞാനിവിടെ എഴുതിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഞാൻ HF ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്കത് അറൗണ്ട് 335.1. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ഇതിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ കണക്ക് ചെയ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് 335.1 കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താ, Q ഈക്വൽ ടു എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഡ്രൈ എയറിന് കിട്ടിയ നമ്മളുടെ Q എന്ന് പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സ്റ്റീമിൽ നിന്ന് അങ്ങോട്ട് പോയ ഹീറ്റ് ട്രാൻസ്ഫറാണ്. അപ്പോൾ അതുകൊണ്ട് Q ഈക്വൽ ടു സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് Q ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, 2050 കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? ആ 2050 തന്നെ നമ്മളിവിടെ കൊടുത്തു, Q കൊടുത്തു. MS നമുക്കറിയില്ല, HG കിട്ടി, HF കിട്ടി. നമുക്കതിൽ നിന്ന് Q കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ Q അല്ല, നമുക്ക് MS കണ്ടുപിടിക്കാൻ പറ്റും. Q നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ MS കണ്ടുപിടിക്കുക എത്ര, MS = 0.8757 കിലോഗ്രാം പെർ സെക്കൻഡിൽ കിട്ടി. ഞാനതിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇതാണ് ഇതിൻ്റെ ഒരു
ബേസിക് ടൈപ്പ്. ഇനിയിപ്പോൾ നമ്മൾ കുർമിയുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എയർ വാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വേറൊരു പ്രോബ്ലം നോക്കിയിരുന്നു, ഇതിൻ്റെ വേറൊരു ടൈപ്പ്. അപ്പോൾ അതിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഓക്കെ, കാണാൻ പറ്റണല്ലേ? എ ക്വാണ്ടിറ്റി ഓഫ് എയർ ഹാവിങ് എ വോളിയം ഓഫ് 300 മീറ്റർ ക്യൂബ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ വോളിയം 300 മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ ആ മാസ് ഓഫ് എയർ കണ്ടുപിടിക്കുന്ന ഭാഗത്തേക്കുള്ള കാര്യങ്ങളാണ് ഈ പോകുന്നത്. മാസ് ഓഫ് എയർ 300 മീറ്റർ ക്യൂബ് അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ടെമ്പറേച്ചർ, 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. 25 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എന്തായിട്ടുണ്ടാവും അവിടെ? ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താ കണ്ടുപിടിച്ചിരുന്നത്? ഇതാണ്. ഇതിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞുള്ളത്? 30 ഡിഗ്രി സെൽഷ്യസ് എന്ന ലൈൻ പറഞ്ഞുള്ളത്. ഇതാണ് നമ്മുടെ 30 ഡിഗ്രി സെൽഷ്യസ് ലൈൻ. ഓക്കെ, കാണാൻ പറ്റണല്ലേ? നമ്മളുടെ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈൻ ഇതാണ്. ഇത് നേരെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയാൻ എന്താണ്? വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അപ്പോൾ 25 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വശത്തുള്ളതാണ് 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതാണ് 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ നമ്മൾ ഏതിനെ പാരലായിട്ട് എടുക്കുക? ഈ കോൺസ്റ്റൻ്റ് എന്താൽപ്പി ലൈന് പാരലായിട്ട് എടുക്കുക. സപ്പോസ് ഇനിയിപ്പോൾ ഒരു ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആണ് പറഞ്ഞിരുന്നെങ്കിൽ, ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതാണ് 20. അപ്പോൾ ഈ 20യിൽ നിന്ന് നമ്മൾ കോൺസ്റ്റൻ്റ് ഇതിലല്ല എടുക്കേണ്ടത്, പകരം എടുക്കേണ്ടത് ഇങ്ങനെയാണ് എടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകണം. അപ്പോൾ വെറ്റ് ബൾബ് എന്ന് പറഞ്ഞാലും ഇത് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിലെ ലൈൻ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ഇവിടെ വെച്ചു. അപ്പോൾ എനിക്കിത് ഇവിടെ കിട്ടി, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എനിക്ക് വന്നത് 65ൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ എനിക്ക് കിട്ടിയത് RH 65% അടുത്തായിട്ടുള്ളതാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടുന്ന് താഴ്ത്തുന്ന 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈൻ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. 25 എനിക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇവിടെ വന്നപ്പോൾ ഏകദേശം 65%, 5 എന്നുള്ളത് 5 വാല്യൂ കിട്ടി 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി അവർ പിന്നെ വേറൊന്നും തന്നിട്ടില്ല. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ള എന്താ? വെറ്റ് ബൾബ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഈസ് ഹീറ്റഡ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നത്. ഓക്കെ, 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് ഇങ്ങനെ വന്നു. എന്നിട്ട് നമുക്ക് എവിടെ ഇത് കിട്ടി? കഴിഞ്ഞതിൽ നമുക്ക് RH വാല്യൂ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% തന്നിരുന്നു. പകരം ഇതിൽ ഇവർ തന്നത് 25%. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സ് റെഫറൻസ് പോയിൻ്റ് കിട്ടി. പിന്നെ അത് എത്ര കൂട്ടി? 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂട്ടി. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അപ്പോൾ ഈ 30 ഡിഗ്രി സെൽഷ്യസ് ശരിയല്ലേ? ഈ 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈനിന് ഇവിടെ വന്നിട്ട് എനിക്ക് 25ൻ്റെ ഈ ഭാഗത്ത് കിട്ടി. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് സെൻസിബിൾ കൂളിങ്ങിൽ അല്ലെങ്കിൽ സെൻസിബിൾ ഹീറ്റിങ്ങിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളതിനെ W ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലൈൻ കിട്ടി. അപ്പോൾ 40യുടെ ലൈൻ എവിടെ വരുമ്പോൾ 40 ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എനിക്ക് 30 ഇവിടെ 30 എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വന്നു, ഈ ഒരു ഭാഗത്തായിട്ട് വന്നു. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എനിക്കിത് ഇവിടെ ഒരു സ്ഥലത്തായിട്ട് വരും 40 എന്ന് പറയുന്നത്. അപ്പോൾ 40യുടെ ഈ ലൈൻ എനിക്ക് ഇവിടെ കിട്ടി, 40യുടെ പോയിൻ്റ് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് H2 H1 എന്നുള്ളത് കിട്ടില്ലേ? ഇതിൻ്റെ റെസ്പെക്റ്റീവ് വാല്യൂ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ H2 കിട്ടി, 85-85ൻ്റെ ഇടയിലായിട്ട് കിട്ടി. H1 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 75-80യുടെ ഇടയിലായിട്ട് കിട്ടും. അത് കറക്റ്റ് നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ വാല്യൂസ് എടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാണ്ട് ഈ പ്രോബ്ലത്തിലെല്ലാം ഇതേ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നു, TD തന്നു, TD1 തന്നു, TD2 തന്നു, എന്നിട്ട് കണക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നുമില്ല, പിന്നെ വേറെ എക്സ്ട്രാ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡഡ് കണ്ടുപിടിക്കണം. ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഇവിടുത്തെ 5.2 ആണ് കണ്ടുപിടിക്കാൻ. 5.2 നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക നമ്മളുടെ ഇതിൽ നിന്ന് അല്ലേ?
ഇപ്പം നമുക്ക് ഇത് ഈ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈൻ ഇവിടെ വന്നിട്ട് ഈ 40ൽ കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് ഏതാണോ ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ, അതായത് ഈ കർവ് ഏതാണോ പോകുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 30 ഇവിടെ വന്നു, 25 ഇങ്ങനെ വന്നു, ഇവിടെ വന്നു. അപ്പോൾ നമുക്കൊരു 50-45ൻ്റെ ഇടയിലായിട്ടുള്ളത് ആണ് വരിക നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, കണക്ക് ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് എടുത്ത പ്രോബ്ലം ചെയ്യുന്നതും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്, ഇപ്പോൾ ചെയ്യുന്നതും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് എടുത്തിട്ട് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൽ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ടിൽ അത് എടുത്ത് അയച്ചു തരാം എത്രയാണെന്നുള്ളത്. പിന്നെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, അതായത് ഫ്രം ദ സൈക്കോമെട്രിക് ചാർട്ട് വി ഫൈൻഡ് ദ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറ്റ് 0.2. 0.2ൻ്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് 0.2 സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈനും 40 കൂടിയിട്ട് കോൺസൈഡ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ കിട്ടി. ഇതിൽ നിന്ന് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എടുക്കണം. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് എത്രയായിരിക്കും? 25ൻ്റെയും 30ൻ്റെയും ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏകദേശം അവർ എഴുതിയിട്ടുള്ളത് TW2 എത്രയാണ്? 27.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കുക. ഇങ്ങനെയാണ് കുറച്ച് കണക്കുകൾ ഇതിലുള്ളത്. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾ.